ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കണത്. രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് മുടിയൊക്കെ ഒന്ന് വേറെടുത്ത് കെട്ടുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി പിന്നെയാണ് കേട്ടോ ഞാൻ നേരെ കിച്ചണിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഭയങ്കര ഉറക്കമാണ്, ആൾ എണീറ്റിട്ടില്ല. ആൾക്ക് ചെറിയ രീതിക്ക് ഒരു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വയ്യായൊക്കെ ഉണ്ട്. അപ്പോൾ നീറ്റിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ നല്ല പണിയിലാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കണത്. നമ്മുടെ നൈസ് പത്തിരി ഇല്ലേ, ആ ഒരു പത്തിരിയാണ് ഉണ്ടാക്കണത്. നൈസൊന്നല്ല കേട്ടോ ഞങ്ങളുടെ പത്തിരി. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ ബ്രഷ് ചെയ്തിട്ട് പണികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റപ്പാടെ തന്നെ ഞാൻ വന്നിട്ട് ബ്രഷ് ചെയ്യും, എന്നിട്ടാണ് പിന്നെ പണികളിലേക്കൊക്കെ കിടക്കുക. അപ്പോൾ പിന്നെ കുളിച്ചിട്ടൊന്നുമില്ല, എല്ലാ പണിയും ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിക്കാറാം. അല്ലാതെ കുളിച്ച് അടുക്കളയിൽ കയറുക അങ്ങനത്തെ നല്ല ശീലമൊന്നും എനിക്കില്ല. പിന്നെ നമുക്ക് അത്രയും നിവർത്തികേടാവുന്ന ടൈമിലൊക്കെ അങ്ങനെ കയറാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അമ്മ ഓരോന്നോരോന്നായിട്ട് എനിക്ക് കൊടുന്നേരുന്നുണ്ട് കേട്ടോ പരത്തിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ പത്തിരി ഉണ്ടാക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ്, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിടുമ്പോൾ അതിങ്ങനെ നൈസായിട്ട് പൊട്ടി പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ പത്തിരി സെറ്റായിട്ടുണ്ട്. കാണുമ്പോൾ അത്ര ഭംഗിയില്ലെങ്കിലും ടേസ്റ്റൊക്കെ പത്തിരിയുടെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുട്ട ഈ പറഞ്ഞ മാതിരി ആദ്യക്ക് ഇഷ്ടമല്ല, പിന്നെ അമ്മയും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അച്ഛനാച്ചെങ്കിൽ രാവിലെ നേരത്തെ വീട്ടിലുണ്ടായിരുന്നില്ല, നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുന്നംകുളത്തേക്ക്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും ഗ്രീഷ്മയും ആദ്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കും ഗ്രീഷ്മയ്ക്കും മാത്രമേ മുട്ട വേണ്ടൂ. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ വേഗം മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറിക്ക് നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. മുട്ടക്കറി സാധാരണ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ നമ്മളും ഉണ്ടാക്കണം കേട്ടോ. സബോളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ പണികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുട്ടക്കറി അവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ രാവിലെ അമ്മയ്ക്ക് പോകണമല്ലോ, അമ്മ ജോലിക്ക് പോകുന്ന ആളാണല്ലോ, അപ്പോൾ അമ്മയ്ക്ക് പോകണം. അപ്പോൾ അമ്മ ബാക്കിയുള്ള പണിക്കൊക്കെ കടന്നു കേട്ടോ, കറി ഉണ്ടാക്കാനും അതുപോലെ ഉപ്പേരിക്കുള്ള പണികൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ കടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എന്താ പറയുക, ഭയങ്കര ഒരു തിരക്കും കാര്യങ്ങളും കേട്ടോ. രാവിലെ കുറച്ച് സമയം ഭയങ്കര തിരക്കാണ്, നമുക്ക് അടുക്കളയിൽ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ നമ്മളെല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതിലും തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ അതിനുള്ളതായിട്ടുള്ള പ്രാക്ടീസും കൂടിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഒഴപ്പിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുക, ഇത്രയും സ്പീഡിലൊന്നും കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ പണി തീർക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫൈനലി നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തന്നെ ആദ്യമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവന് പല്ല് മാത്രമേ തേപ്പിച്ചുള്ളൂ, കുളിപ്പിക്കുകയൊന്നും ചെയ്തില്ല. അവന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾക്ക് വല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റിനോടൊന്നും വലിയൊരു ഇതില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തന്നെ വായിൽ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3 ആളും കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റിൽ തന്നെ ഞാനും എടുത്തു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഈ പറഞ്ഞ മാതിരി അമ്മ കൂടുതലും വെജ് ഫുഡ് തന്നെ കേട്ടോ കഴിക്കുക. മീൻസ് വെജിറ്റേറിയൻ ആണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. നോൺ അത്ര താല്പര്യമില്ല മീൻസ് ചിക്കനൊന്നും തീരെ കഴിക്കില്ല കേട്ടോ. പിന്നെ മുട്ടോടും മീനോടൊന്നും വലിയൊരു താല്പര്യമില്ല ആൾക്ക്. പിന്നെ ചീഞ്ചട്ടിയോടക്കനെ ഏട്ടാ ടേബിളുമ്പോൾ കൊടുന്ന് വെച്ചേക്കണത്. അത് പിന്നെ ഞങ്ങൾ വേറൊരു പാത്രത്തേക്കൊന്നും ആക്കാൻ നിന്നിട്ടില്ല. ഇനി ഞങ്ങളുടെ കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ മാറ്റുള്ളൂ കേട്ടോ. അതിന് മുന്നേ തന്നെ എല്ലാം കൂടി ഡൈനിങ് ടേബിളിൽ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊന്നും തോന്നരുത് കേട്ടോ അത് കണ്ടിട്ട്. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. അതായത് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ പാത്രം മോറലാണല്ലോ അടുത്ത പണി. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കടന്നു കേട്ടോ, പാത്രം മോറാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ. രാവിലത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെയും കറി വെച്ചതിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കി ചീഞ്ചട്ടി കാര്യങ്ങൾ അങ്ങനെ കുറേ കഴുകാൻ ഉണ്ടാവും.
അപ്പോൾ ഈ ഒരു രാവിലത്തെ പാത്രം മോറലും അതുപോലെ തന്നെ രാത്രിയത്തെ പാത്രം മോറലും ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അതായത് ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ടാവും ഈ 2 നേരങ്ങളിലായിട്ട്. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ കഴിച്ച പാത്രം അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചൊരു തുടയ്ക്കലാണ് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. ഒരുവിധമല്ല, കംപ്ലീറ്റ് ആയിട്ട് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാൻ നോക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിക്കുമ്പോൾ പിന്നെ നമ്മുടെ മേലൊരു പൊടി അതൊക്കൊന്നും വരില്ലല്ലോ. നിവർത്തിയില്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും മാക്സിമം ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാറ്. അങ്ങനെ കുളിക്കുമ്പോഴാണ് എനിക്കൊരു സുഖം കിട്ടാറ് കേട്ടോ. കുളി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. എല്ലാ പണിയും കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ വേഗം വേഗം അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ തുടയാണ് കേട്ടോ. അപ്പം വേഗം തുടയ്ക്കാനും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലെകൾ. അപ്പോൾ ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതിലും തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.